ഞങ്ങൾ ബഹുമാനപ്പെട്ട DGPക്ക് നമ്മൾ പരാതി കൊടുത്തത് നമ്മൾ ഈ സംഭവം നടന്നിട്ട് 1.5 മാസമായി. ഞങ്ങൾ കൊടുത്തേക്കുന്നത് ഒന്ന് അവിടെയുള്ള ചികിത്സാരേഖകൾ എല്ലാം പിടിച്ചെടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ പറയുന്ന അവിടെയുള്ള ജീവനക്കാരെ എല്ലാം ഡോക്ടർമാരെ എല്ലാം അവരെ അന്വേഷണത്തിൽ കൊണ്ടുവരണം, അവരുടെയൊക്കെ മൊഴിയൊക്കെ രേഖപ്പെടുത്തണം. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിന് കർശന നടപടി സ്വീകരിക്കണമെന്നാണ്. അതായത് ഈ ഡോക്ടർമാരെയൊന്നും ഇതുവരെ കസ്റ്റഡിയിലെടുത്തിട്ടില്ല. അപ്പം അറിയാൻ കഴിഞ്ഞത് നിയമപരമായി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിയമത്തിൻ്റെ വശങ്ങൾ ഞങ്ങൾക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് നടപടികൾ ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഞങ്ങളെ കുട്ടിയെ പോലെ തന്നെ കൊല്ലത്തുള്ള ഒരു അമൃതനാഥ് അവിടെ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഹോസ്പിറ്റലിനെ കൊടുത്ത് കൂടുതൽ അന്വേഷണം നടത്തണം. വേറെയും ആൾക്കാർ മരിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം നടത്തണം. പിന്നെ ഞങ്ങൾക്ക് അവിടെ ബോർഡ് വെച്ചേക്കുന്നത് കോസ്മെറ്റിക്കൽ ഹോസ്പിറ്റൽ എന്നാണ്. ഞങ്ങൾക്ക് അവിടെ നിന്ന് തരുന്ന ലെറ്ററൊക്കെ ഞങ്ങൾക്ക് തരുന്നത് കോസ്മെറ്റിക്കൽ ക്ലിനിക് എന്നാണ്. അതിൽ തന്നെ ഒരു വഞ്ചനയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ചൊക്കെ വിശദമായി അന്വേഷിക്കണമെന്നാണ് ഞങ്ങൾ ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചികിത്സാ പിഴവില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇത്രയും താമസിച്ച് കൃത്യസമയത്ത് ചികിത്സ ലഭിക്കാതിരുന്നതാണ് ഇത്രയും ഗുരുതര അവസ്ഥയിലാകാനുള്ള കാരണം. 31 വയസ്സായിട്ടേ ഉള്ളൂ. നല്ല ജോലി ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുകയാണ്. ഒരു നല്ല കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കുട്ടിയാണ്. ഏതൊരു പെൺകുട്ടിയെ പോലെയും നല്ലൊരു കുടുംബവും ഭർത്താവും കുട്ടികളുമായിട്ട് ജീവിച്ചിരുന്ന ഒരു കുട്ടിക്കാണ് ഇത്തരം ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് സംഭവിച്ച നഷ്ടമെന്ന് പറയുന്നത് തിരിച്ചെടുക്കാൻ പറ്റാത്ത നഷ്ടങ്ങളാണ്. അതിന് ഇപ്പം ബന്ധപ്പെട്ട അധികാരികൾ അതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ അപേക്ഷിക്കുന്നത്. ഞങ്ങൾക്ക് അതുകൊണ്ട് നിയമത്തിൻ്റെ ഏതറ്റവും പോകാനാണ്. ഞങ്ങൾക്ക് ന്യായമായ നീതി കിട്ടിയില്ലെങ്കിൽ നീതിയുടെ ഏതറ്റവും വരെ പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.